ഈ അവതരണത്തിന് മുമ്പ് ഞാനൊരു കവിത വായിക്കാം എന്ന് കരുതുന്നു. നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കവികളിൽ ഒരാൾ കൂടിയായ PN ഗോപികൃഷ്ണൻ എഴുതിയ കവിതയാണ്. കവിതയുടെ പേര് 1948 ജനുവരി 30. 1948 ജനുവരി 30. ആ ശവശരീരം നോക്കി ജവഹർലാൽ ചുമരും ചാരിയിരുന്നു. തെറ്റിയിരിക്കുന്ന കണ്ണട മനു നേരെയാക്കി വച്ചു. ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കാത്ത പരിപൂർണതയിൽ. പുറത്ത് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. മിക്കവാറും ഗാന്ധി അമരനായിരിക്കുന്നു എന്നാകും. മരിച്ച ഗാന്ധിക്ക് ഭാഷയുടെ ചികിത്സ. പുറത്ത് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. മിക്കവാറും ഗാന്ധി അമരനായിരിക്കുന്നു എന്നാകും. മരിച്ച ഗാന്ധിക്ക് ഭാഷയുടെ ചികിത്സ. വയറു നിറഞ്ഞ ഒരാൾ ബാക്കി വച്ച അപ്പക്കഷ്ണം പോലെ ആ മൃതശരീരം കാണപ്പെട്ടു. ആരായിരിക്കും വയറു നിറഞ്ഞ അയാൾ? ആരായിരിക്കും വയറു നിറഞ്ഞ അയാൾ? താൻ, ജിന്ന, മൗണ്ട് ബാറ്റൻ, പട്ടേൽ, റാഡ്ക്ലിഫ്, അപ്പോഴുണ്ടായ 2 പുതിയ രാജ്യങ്ങൾ. നിമിഷങ്ങൾ ഉറുമ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ജവഹർലാൽ കണ്ടു. അവ ആ അപ്പക്കഷ്ണത്തെ വലിച്ചു കൊണ്ടുപോകാൻ പാടുപെടുന്നു. നിമിഷങ്ങൾ ഉറുമ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ജവഹർലാൽ കണ്ടു. അവ ആ അപ്പക്കഷ്ണത്തെ വലിച്ചു കൊണ്ടുപോകാൻ പാടുപെടുന്നു. അതിലെന്താണ് അവശേഷിക്കുന്നത്? അഹിംസയുടെ മധുരം, ചർക്ക നെയ്ത നാരുകൾ, സ്നേഹത്തിൻ്റെ DNA. അതിലെന്താണ് അവശേഷിക്കുന്നത്? അഹിംസയുടെ മധുരം, ചർക്ക നെയ്ത നാരുകൾ, സ്നേഹത്തിൻ്റെ DNA. നവഖാലിയിലും ബീഹാറിലും ഒഴുകിയ ചോരപ്പുഴകളെ ആ അപ്പക്കഷ്ണം വലിച്ചെടുത്തിരുന്നു. നവഖാലിയിലും ബീഹാറിലും ഒഴുകിയ ചോരപ്പുഴകളെ ആ അപ്പക്കഷ്ണം വലിച്ചെടുത്തിരുന്നു. അതിൻ്റെ ഉപ്പിലാകണം ഉറുമ്പുകളുടെ രുചി ഗവേഷണം. അതോ ദില്ലിയിൽ ഒഴുകാനിരുന്ന ചോരക്കടലിനെ ഒറ്റയ്ക്ക് തടഞ്ഞ കൈപ്പൻ വീര്യത്തിലോ? അതോ ദില്ലിയിൽ ഒഴുകാനിരുന്ന ചോരക്കടലിനെ ഒറ്റയ്ക്ക് തടഞ്ഞ കൈപ്പൻ വീര്യത്തിലോ? കൊലയാളി ഹിന്ദു എന്നറിഞ്ഞ ആശ്വാസത്തിൽ കസേരയിൽ മാത്രം ഇരുന്ന് ശീലിച്ച മൗണ്ട് ബാറ്റൻ അപ്പുറത്തെ ചുമര് ചാരിയിരിക്കുന്നുണ്ട്. കൊലയാളി ഹിന്ദു എന്നറിഞ്ഞ ആശ്വാസത്തിൽ കസേരയിൽ മാത്രം ഇരുന്ന് ശീലിച്ച മൗണ്ട് ബാറ്റൻ അപ്പുറത്ത് ചുമര് ചാരിയിരിക്കുന്നുണ്ട്. 10 മിനിറ്റ് മുമ്പ് സംസാരിച്ചിറങ്ങിപ്പോയ ആൾ മൃതശരീരത്തിൽ അടക്കം ചെയ്ത് തിരിച്ചു വന്നത് വിശ്വസിക്കാനാകാതെ പട്ടേലും. 10 മിനിറ്റ് മുമ്പ് സംസാരിച്ചിറങ്ങിപ്പോയ ആൾ മൃതദേഹത്തിൽ അടക്കം ചെയ്തു വന്നത് വിശ്വസിക്കാനാവാതെ പട്ടേലും. ആകാശവാണിക്കാർ മൈക്ക് ശരിയാക്കിക്കൊണ്ടിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊലയാളിയുടെ പ്രസ്താവന കോൺസ്റ്റബിൾ എഴുതിക്കൊണ്ടിരുന്നു. ആകാശവാണിക്കാർ മൈക്ക് ശരിയാക്കിക്കൊണ്ടിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊലയാളിയുടെ പ്രസ്താവന കോൺസ്റ്റബിൾ എഴുതിക്കൊണ്ടിരുന്നു. ഒരു വഴിക്കണക്കിട്ട് തന്ന് അധ്യാപകൻ മരിച്ചിരിക്കുന്നു. ഒരു വഴിക്കണക്കിട്ട് തന്ന് അധ്യാപകൻ മരിച്ചിരിക്കുന്നു. ഇനി ഉത്തരം താൻ തന്നെ കണ്ടെത്തണം. 78 വർഷം കൊണ്ട് ഭൂമി എഴുതിയ ഈ പുസ്തകം
താൻ തന്നെ പ്രകാശനം ചെയ്യണം. ഒരു വഴിക്കണക്കിട്ട് തന്ന് അധ്യാപകൻ മരിച്ചിരിക്കുന്നു. ഇനി ഉത്തരം താൻ തന്നെ എഴുതണം. 78 വർഷം കൊണ്ട് ഭൂമി എഴുതിയ ഈ പുസ്തകം താൻ തന്നെ പ്രകാശനം ചെയ്യണം. ജവഹർലാൽ മൈക്ക് കയ്യിലെടുത്തു. താൻ പൊട്ടിക്കരയാൻ പോകുന്നു അയാൾ വിചാരിച്ചു. ജവഹർലാൽ മൈക്ക് കയ്യിലെടുത്തു. താൻ പൊട്ടിക്കരയാൻ പോകുന്നു അയാൾ വിചാരിച്ചു. മൈക്ക് അപ്പോൾ സ്വയം സംസാരിക്കാൻ തുടങ്ങി. മൈക്ക് അപ്പോൾ സ്വയം സംസാരിക്കാൻ തുടങ്ങി. ആ വെളിച്ചം അസ്തമിച്ചിരിക്കുന്നു.